ഹലോ. അങ്ങനെ ഡേ 7 എത്തി. ഡേ 7 ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തത് ഹൈലൈറ്റ് മാളിലാണ്. തൃശ്ശൂരുള്ള പുതിയ മോളായ ഹൈലൈറ്റ് മാൾ. രാവിലെ തന്നെ ഞങ്ങൾ ചെന്നത് ലുലു ഡെയിലിയിലാണ്. അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഓഫേഴ്സും പിന്നെ അവിടെയുള്ള വെറൈറ്റീസും അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മാഷെ, അന്തം വിട്ടുപോയി എന്ന് പറയാം. ഇത്രയ്ക്കധികം സാധനങ്ങളും അത് ഇത്രയ്ക്കധികം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ല. യൂറോപ്പിലെ കുട്ടി കുട്ടി ഗ്രോസറി സ്റ്റോഴ്സ് കണ്ടിട്ട് അതപ്പോൾ വലുതായിട്ട് തോന്നിയിരുന്നു. ഇവിടെ ഇത് വന്ന് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അച്ചാറിൻ്റെയും ഉപ്പിലിട്ടിൻ്റെയും സെഷനിൽ ചെന്നപ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നൊന്നും ഒരു അറിവും കിട്ടണില്ല. മീനിൻ്റെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് മീനും വാങ്ങി, നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ വാങ്ങി, ഈവൻ ഫൈറ്റർ ഫിഷ് വരെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചിരി വന്നു ശരിക്കും പറയാമെന്ന് വെച്ചാൽ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ റെഡി ആയിട്ടുള്ള മീൽസ് എന്താണെന്ന് നോക്കണത്. അത് ഫ്രഷായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള എന്തെന്നാ പറയുക, ബട്ടർ ചിക്കൻ തൊട്ട് നാടൻ ചിക്കൻ കറി തൊട്ട് തലശ്ശേരി ബിരിയാണി വരെ അവിടെ റെഡിയായിരുന്നു. ഇത്രയൊക്കെ ഭക്ഷണം കണ്ട സ്ഥിതിക്ക് നമ്മൾ വെറുതെ പോരാൻ പറ്റുമോ? അത് കാരണം തന്നെ ഞങ്ങളവിടെ ചിക്കൻ 65ഉം പനീർ ബട്ടർ മസാലയും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തു. ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലാൻഡിലും ഞാൻ ഇതുവരെ സ്നിക്കേഴ്സിൻ്റെ ഒരു ഫ്ലേവറേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ ലുലു ഡെയിലിയിൽ നോക്കിയപ്പോൾ അതിലും ഉണ്ട് ഒരു 5-10 വെറൈറ്റീസ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ക്ഷീണിച്ചിരിക്കണ സമയത്ത് എന്തായാലും മീൻ റെഡി ചെയ്ത് വരാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കോഫിയിൽ കയറി ഇങ്ങനെ ആറ്റിയ ചായയും 2 നല്ല വടയും ഓർഡർ ചെയ്തു. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല ചായ. അതായത് ശരിക്കും നമ്മളിങ്ങനെ ഒത്തിരി നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഒരു വേക്കപ്പ് കോൾ എന്ന് പറയില്ലേ, അതിന് പറ്റിയ ചായയും ഒരു നല്ല വടയും തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പെട്ടി നിറയെ വാങ്ങിയ സാധനങ്ങളുമായി ഞങ്ങൾ വേഗം വീട്ടിൽ പോയി ലഞ്ച് കഴിച്ചു. ചിക്കൻ 65ഉം പനീർ മട്ടനൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ് ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അതിന് പോയി. അത് കഴിഞ്ഞ് ഈവനിങ് വീണ്ടും ഇങ്ങോട്ട് വന്ന് ബാക്കി ഹൈലൈറ്റ് മാൾ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെയുള്ള സർവം മായ കണ്ടു. സിനിമ പോലെ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. ഈ ഹൈലൈറ്റ് മാളിൽ കയറിയപ്പോൾ എല്ലാം ഒരു മായ പോലെയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ, ഡേ 7 കുട്ടി വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.